കണ്ണൂർ എയർഗൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ഇന്ത്യൻ റൈഫിളിനെ കുറിച്ചാണ്. ഇന്ത്യൻ ഒരു അണ്ടർ ലിവർ റൈഫിൾ, STB കമ്പനിയുടെ പാന്തർ എന്നൊരു പേരിലിറങ്ങിയ റൈഫിളാണ്. ഇതാദ്യം ഒരു പേരിലിറങ്ങിയിരുന്നു. അപ്പോൾ അത് വേറൊരു കമ്പനിയുമായി സാദൃശ്യമുള്ളത് കൊണ്ട് ചെറിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കമ്പനി സെയിം ഗണ്ണ് തന്നെ ആ പാന്തർ എന്നൊരു പേരിലേക്ക് ചേഞ്ച് ചെയ്തിറക്കിയത്. ഏകദേശ രൂപകൽപ്പന എന്ന് പറഞ്ഞാൽ ഡയനയുടെ 460 മാഗ്നം, ഗാമോ, CFX റോയൽ തുടങ്ങിയ ഗണ്ണുകൾ എങ്ങനെയാണുള്ളത് അതേ ഒരു ബീച്ച് വുഡ് തന്നെയാണ് ഇതിൽ ഉള്ളത്. വളരെ സ്റ്റൈലിഷായ, വളരെ ബ്യൂട്ടിഫുള്ളായ, മനോഹരമായ ഒരു ഗണ്ണാണ് STBയുടെ ഈ പാന്തർ എന്ന് പറഞ്ഞ അണ്ടർ ലിവർ ഗണ്ണ് കാണുന്നത്. ഒരുപാട് ആൾക്കാർക്ക് അണ്ടർ ലിവർ ഗണ്ണുകൾ ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല മികച്ച ഗണ്ണാണ് പാന്തർ. കമ്പനി ഇതിൻ്റെ ചെറിയ പ്രത്യേകതകൾ, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1x12 റൈഫിൾഡ് ബാരലാണ്. ഇതിൻ്റെ ഓവറോൾ വെയിറ്റ് വരുന്നത് 3.8 kg. സജസ്റ്റ് ഫോർ ലോങ് ഡിസ്റ്റൻസ് ഷൂട്ടിംഗ് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 900 ഫീറ്റ് പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ പവർ വരുന്നത്. 900 ഫീറ്റ് പെർ സെക്കൻഡ്, 11 mm ഗ്രൂ. അതുപോലെ 3 സ്കോപ്പ് ഹോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്കോപ്പ് പിന്നോട്ട് വരാണ്ട് ഉപയോഗിക്കാനെല്ലാം സാധിക്കും. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് സൈറ്റും ഏകദേശം ഒരു ഇതിലെ തന്നെ കൊടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. വളരെ പ്രീമിയം ലുക്ക്, അതാണ് ഞാൻ ഈ ഗണ്ണിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടത്. ഫോറിൻ ഗണ്ണ്, ഇപ്പോൾ ഡയനയുടെ ഒരു കണ്ണടച്ച് നോക്കിയാൽ ഡയനയുടെ 350 മാഗ്നം, 460 മാഗ്നം, ആ ഒരു ഗണ്ണ് എങ്ങനെയാണോ നമ്മൾ പിടിക്കുന്നത് അതേ ഒരു ഫീലാണ് ഈ STB കമ്പനിയുടെ പാന്തർ ഗണ്ണ് നമുക്ക് പിടിക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. പിന്നീട് ഇതിൻ്റെ മെക്കാനിസം വളരെ സിമ്പിൾ മെക്കാനിസമാണ്. ഇതിന് സേഫ്റ്റി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ സേഫ്റ്റി അല്ല, മാനുവൽ സേഫ്റ്റിയാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമേ നമുക്കിത് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിൻ്റെ ലോഡിംഗ് മെക്കാനിസം മറ്റ് ഗണ്ണുകളെ പോലെ തന്നെ, എല്ലാ ഗണ്ണുകളെ പോലെ തന്നെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് ഇത് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഗണ്ണ് നൈട്രോ പിസ്റ്റൺ ഗണ്ണാണ്. നൈട്രോ പിസ്റ്റൺ ലോഡിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് തിരിച്ച് അവിടെ ഫോൾഡ് ഓക്കെ ചെയ്ത് ഇതിൻ്റെ പെല്ലറ്റ് സിംഗിൾ ഷോട്ട് പെല്ലറ്റാണ് ഇതിൽ ഉപയോഗിക്കുക. സാധാരണ പെല്ലറ്റ് അത് ഈ ഒരു റൗണ്ട് മാറ്റിയതിന് ശേഷം ഒരു പെല്ലറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള മെക്കാനിക്സാണ്. നമ്മൾ ഉപയോഗിക്കാത്ത സമയത്താണെങ്കിൽ നമുക്കിത് സേഫ്റ്റി മോഡിലേക്ക് വിടാം. അന്നേരം ഇത് ഫയർ ആവില്ല. ഉപയോഗിക്കുന്ന സമയത്ത് അത് വേണമെങ്കിൽ നമുക്കിത് ഫയറിംഗ് പൊസിഷനിലേക്ക്, എന്ന് വെച്ചാൽ സേഫ്റ്റി മാറ്റിയതിന് ശേഷം ഫയറിംഗ് പൊസിഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഇതിപ്പോൾ ഫെദർ ടച്ച് ട്രിഗറാണ് ഇതിന് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ആകെ 1300 ഗ്രാം ആണ് ഇതിൻ്റെ പുൾ വെയിറ്റ് വരുന്നത്. 1300 ഗ്രാം മാത്രം. അപ്പോൾ അത്രയും ഫെദർ ടച്ച് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ട്രിഗർ മെക്കാനിസം കൊടുത്തത്. ഇത് ഡെഡ്ലി ആക്യുറേസി ഗണ്ണാണ്. നമ്മുടെ പുറത്തുനിന്ന് ചെറിയ വീഡിയോകൾ എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായത്. കാരണം അണ്ടർ ലിവർ പ്ലസ് നൈട്രോ പിസ്റ്റൺ, ജർക്കിങ്ങോ വൈബ്രേഷനോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വളരെ സുഖകരമായി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ മെക്കാനിസം. ഇത് ഇനി അൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ബ്രേക്ക് ബാരലൊക്കെ ചെയ്യുന്ന പോലെ ഈ ഒരു അണ്ടർ ലിവർ, ഈ ഒരു ലിവർ വലിച്ചതിന് ശേഷം ട്രിഗർ ചെറുതായി ഒന്ന് പുള്ളി ചെയ്ത് സാവധാനത്തിൽ റിലീസ് ചെയ്യുക. അതിനുശേഷം ഇത് പ്രസ് ചെയ്ത് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് ആക്കുക. എയിം ചെയ്യാൻ ഒരു 100% ബാലൻസ്ഡ് ആയിട്ട് തന്നെയാണ് ഈ ഇന്ത്യൻ ഗണ്ണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. 900 ഫീറ്റ് പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ പവർ കമ്പനി ക്ലൈം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഓവറോൾ ലുക്ക് വളരെ പ്രീമിയം ലുക്ക് തന്നെയാണ്. ഗണ്ണ് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നവർ കണ്ണൂർ എയർഗൺസുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ തന്നെ നമുക്ക് 12 അടി വരെ ഹൈറ്റിലേക്ക് ഉയർത്താൻ പറ്റുന്ന ഒരു ട്രൈപോഡ് കൂടി ഇപ്പോൾ നിലവിലുണ്ട്. ഇത് നമുക്കിപ്പോൾ സ്റ്റഡിയിൽ വെച്ചതാണ്. ഇത് ഒരുപാട് ഹൈറ്റിലേക്ക് അപ് ടു 12 ഇത് പറയുന്നത്. 12 ഗണ്ണുകൾ പോലും 3006 ഗണ്ണ് പോലും നമുക്ക് ഈസി ആയിട്ട് ഇതിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അവകാശവാദം. ഇതിപ്പോൾ സാധാരണ നമ്മുടെ എയർ ഗണ്ണാണ് ഈ ഒരു പൊസിഷനിൽ പിടിച്ചിട്ടുള്ളത്.
വളരെ ഈസി ആയിട്ട് ടാർഗറ്റ് ലോങ് റേഞ്ച് ടാർഗറ്റ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലാണ് രണ്ടും ഉള്ളത്. ഇതാണ് ഈ STB പാന്തർ എന്ന് പറഞ്ഞ ഈ അണ്ടർലിവർ ഗണ്ണിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോയിൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇതിന്റെ ഔട്ട്ഡോർ വീഡിയോ നമ്മൾ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആക്യുറസി കാര്യങ്ങളൊക്കെ ഗണ്ണിനെ പറ്റി അറിയേണ്ടവർ കണ്ണൂർ എയർഫോഴ്സുമായി ബന്ധപ്പെടുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.